നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ വാർത്തകൾ ലൈവിൻ്റെ മറ്റൊരു തത്സമയ വീഡിയോയിലേക്ക്, ഒരു പ്രഭാത തത്സമയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ പാൽപ്പായസ പൊങ്കാല, ഗംഭീരമായിട്ടുള്ള ഒരു പാൽപ്പായസ പൊങ്കാല ഇവിടെ നടക്കുകയാണ്. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ നഗരൂരിനോട് ചേർന്ന് നടക്കുന്ന വഞ്ചിയൂർ തന്നെയാണ്. വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഒരു ദിവസം മുമ്പ് നമ്മൾ നമ്മുടെ തത്സമയമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉത്സവത്തിൻ്റെ 4ാം ദിവസമാണെന്ന്. വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ 4ാം ദിവസമാണെന്ന്. അപ്പോൾ ഇന്നത്തെ പ്രധാന ക്ഷേത്രത്തിലെ ചടങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പാൽപ്പായസ പൊങ്കാല, ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പാൽപ്പായസ പൊങ്കാല ഉത്സവത്തിനോടനുബന്ധിച്ച്. അപ്പോൾ ആ ഒരു പാൽപ്പായസ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. പാൽപ്പായസ പൊങ്കാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ള പാൽപ്പായസ പൊങ്കാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് ഇതിനെ വ്യക്തമായിട്ട് അറിയുന്ന ക്ഷേത്ര കമ്മിറ്റിയിലെ തന്നെ ക്ഷേത്രത്തിലുള്ള നിരവധി ആൾക്കാരുണ്ട്. അവരോട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാല ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോവാം. അപ്പോൾ എല്ലാം റെഡിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈവ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തത്സമയം ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഈ ഒരു പാൽപ്പായസ പൊങ്കാലയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേട്ടൻ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു മൈക്ക് ചേട്ടന് കൊടുക്കാം. ചേട്ടാ, ഈ മൈക്ക് കയ്യിൽ വെച്ചോളൂ. കുറച്ചുകൂടെ ഇങ്ങോട്ട് നമുക്ക് ലൈറ്റ് കുറച്ചുകൂടെ കിട്ടായിരിക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താണ് ചേട്ടാ? ശിവപ്രസാദ്. മൈക്ക് അടുപ്പിച്ചു. പേരെന്താണ്? ശിവപ്രസാദ്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഈ തത്സമയം ചെയ്യണമെന്ന് വെച്ചാൽ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു പാൽപ്പായസ പൊങ്കാല ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ പാൽപ്പായസ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് അറിയാവുന്ന ആളിനോട്, ചേട്ടനോട് തന്നെ ചോദിക്കുക, എന്താണ് നമ്മുടെ ഈ പാൽപ്പായസ പൊങ്കാലയുടെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ പ്രത്യേകത? ഇവിടുത്തെ പൊങ്കാല എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിൽ പിന്നീട് പാൽപ്പായസ പൊങ്കാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ശ്രീകൃഷ്ണൻ ഇവിടുത്തെ ആ കൃഷ്ണൻ്റെ പിന്നീട് വഴിപാട് നടത്തിയാൽ ഒരുപാട് പുണ്യങ്ങൾ കിട്ടും. അങ്ങനെയാണ് ഈ ഇത്രയും വെയിലും ഇതും കൊണ്ട് ഈ സ്ത്രീ ഭക്തജനങ്ങൾ ഇവിടെ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും 3 ഇരട്ടി പൊങ്കാല ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇട്ടവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഇത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായി നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ക്ഷേത്രമാണ്. എന്നുവെച്ചാൽ അവർ വിചാരിക്കുന്ന ഒരു എന്താണ് മനസ്സിൽ വിചാരിച്ച പൊങ്കാല ഇടുന്നത്, അപ്പോൾ ആ കാര്യം സാധ്യമാവും എന്നാണ് അവർ പൊങ്കാല ഇട്ടവർ പറയുന്നത്. നമുക്ക് നമ്മളെ അനുഭവം വെച്ചും അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ കൂടുതൽ പൊങ്കാല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 3 ഇരട്ടി കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ ഇത് പൊതുവെ നോക്കി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഒരുപാട് തിരക്കുണ്ട് രാവിലെ. ഇപ്പൊ ഭയങ്കര തിരക്കായി. ഇഷ്ടംപോലെ പൊങ്കാലയുണ്ട്. ഇഷ്ടംപോലെ തിരക്കായി. കഴിഞ്ഞ വർഷമൊന്നും ഇതിന്റെ പകുതിയും ഇല്ലായിരുന്നു. ഇപ്പോൾ അതിന്റെ ഇരട്ടി ആയി. ഇപ്പോൾ ഇനി റോഡിലോട്ട് ക്ഷേത്ര കൗണ്ട് കഴിഞ്ഞു, റോഡിലോട്ട് അടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിലോട്ട് ഈ സ്ഥലം പോലും, ഈ ഒരു വലിയൊരു പറമ്പ് തികയാതെ വന്നിട്ട് പുറത്തോട്ട് വരെ പൊങ്കാല ഇടേണ്ട ഇത് വന്നിട്ട് ഇങ്ങോട്ട് നോക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ ഉത്സവം അതേപോലെ തന്നെ ഗംഭീരമായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ഒരു ഉത്സവം നടത്തുന്നത്. അതുവരെ നമ്മൾ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു. വർഷങ്ങളായിട്ട് ക്ഷേത്ര ചടങ്ങുകൾ മാത്രമായിരുന്നു. അതിൽ ഈ പൊങ്കാല മാത്രമേ പ്രസിദ്ധമായിട്ടുള്ളായിരുന്നു. അത് പൊങ്കാല എല്ലാ വർഷവും നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ ആ പൊങ്കാലയൊക്കെ മറികടന്ന് ഇപ്പോൾ ഒരു 1000-500 പൊങ്കാലയ്ക്ക് അധികം ഇപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു എന്താ പറയാ, വലിയൊരു കാര്യം തന്നെയാണ്.
കാരണം അത്രയും ഒരു ഭക്തജനം വർദ്ധിച്ചു വരികയാണ്, അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു കേട്ടോ, താങ്ക് യു. അപ്പൊ നമ്മുടെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു പാൽപ്പായസ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. അപ്പോൾ വളരെയേറെ ഭക്തജന തിരക്കുള്ളൊരു ക്ഷേത്രമാണ്, ഒരുപാട് വിശ്വാസികളുള്ളൊരു ക്ഷേത്രമാണ്. രാവിലെയും ആ ഒരു തിരക്ക് വിഭിന്നമല്ല, വളരെയേറെ ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെയും നമ്മുടെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ലൈവ് മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തി കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ പാൽപ്പായസ പൊങ്കാല ക്ഷേത്രാങ്കണത്തിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഒരു വലിയൊരു പറമ്പാണ്. ഈ ഒരു പറമ്പ് നിറഞ്ഞു കവിഞ്ഞൊന്നല്ല, വേറെ സൈഡിലോട്ടും പൊങ്കാല ഇടാനായിട്ടുള്ള ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ തത്സമയമായിട്ട് തന്നെ കാണാം. നമ്മുടെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഭക്തജനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പൊങ്കാലയിടാൻ വന്നേണ ലൈവാണ് ഇതൊക്കെ. വന്നിരിക്കുന്നു, പൊങ്കാലയിടാൻ വന്ന തന്നെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഏതാണ്? അല്ല, ഈ പാൽപ്പായസ പൊങ്കാല വർഷങ്ങളായിട്ട് ഇടുന്നുണ്ട്. അപ്പൊ അതിന് വന്നതാണ്. പിന്നെ പാൽപ്പായസമാണ് ഇഷ്ടം. ഈ പാൽപ്പായസ പൊങ്കാല അധികം ക്ഷേത്രങ്ങളിലില്ല, തുച്ഛമായിട്ടുള്ള ക്ഷേത്രങ്ങളിലുള്ള. അപ്പൊ അതിന് പ്രത്യേകതയുണ്ട്. വർഷങ്ങളായിട്ട് ഈ പാൽപ്പായസം ഉണ്ടല്ലേ? പുരാതന ക്ഷേത്രമാണ്. ആണല്ലേ? പുരാതനമായിട്ടുള്ള ക്ഷേത്രം നമുക്കെന്ന് പറഞ്ഞൂടാ. നമ്മളെ കുട്ടിക്കാലമല്ല, അമ്മയുടെ കുട്ടിക്കാലമല്ല, ആരുടെ കുട്ടിക്കാലമല്ല, അതിനു മുമ്പേ ഉള്ള ക്ഷേത്രമാണ്. കുട്ടിക്കാലം മുതലേ ഇവിടെ വരുന്നതാണ്. കുട്ടിക്കാലം മുതൽ പൊങ്കാലൊന്നുമില്ല, പൂജയ്ക്ക് പൊങ്കാലയൊക്കെ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് വന്നത്. അതിന് മുമ്പ് പൊങ്കാലൊന്നുമില്ല. മാസത്തിലൊരു വിളക്കും അന്ന് പാൽപ്പായസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അകത്ത് ഇതേപോലെ പുറത്ത് ഇപ്പോഴാണ് കുറച്ച് നാളെയായിട്ടുള്ളത്. അഷ്ടമിയിലൊന്ന് നല്ല ഇതാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു ആലുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ആലായിരുന്നു. അതൊരു മഴയത്ത് മറിഞ്ഞു വീണ് താഴെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ കുളമൊക്കെ ഉണ്ട്, പണ്ടത്തെ കുളമൊക്കെ ഇപ്പോഴും ഉണ്ട്. ആൾക്കാർ കുറെയൊക്കെ കഴിക്കലായി. എന്നാലും കുളം നടന്നിട്ടില്ല. ഒരുപാട് വിശ്വാസികളുള്ള അമ്പലമാണ്. വിശ്വാസമുള്ള അമ്പലമാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ കാണുന്ന ഇത്രയേറെ പൊങ്കാല അല്ലേ? ഇത്രയുണ്ട്, കൂടുതലാണ്. അത് നമ്മുടെ കമ്മിറ്റിക്കാരുടെ ചോദിച്ചപ്പോഴും പറഞ്ഞു ഒരുപാട് കൂടുതലാണ് പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം അതെ. ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും. ഏതാ ക്ഷേത്രമുള്ളൂ. എന്തായാലും ഒരുപാട് ഭക്തജനങ്ങൾ ഉള്ള ക്ഷേത്രമാണ് നമ്മുടെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എന്താ മക്കളെ പറഞ്ഞോ? പിന്നല്ലാതെ പറഞ്ഞോ? കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ട് തന്നെ? വീഡിയോ ഒക്കെ ഇഷ്ടമാണോ? എല്ലാ വീഡിയോ ഇഷ്ടമാണോ? ഓക്കേടാ. ഇപ്പൊ ലൈവാണ്, കണ്ടോളാം കേട്ടോ. എന്റെ വാർത്തകൾ ലൈവ് മീഡിയ, നിങ്ങളെല്ലാരും ഉണ്ട്. അപ്പൊ നമ്മുടെ പൊങ്കാല ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എല്ലാം ഒരുപാട് പൊങ്കാല കൂടുതലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. പൊങ്കാല ആരംഭിക്കാനുള്ള സമയമായി. എല്ലാവരും അവരവരുടെ പൊങ്കാല തയ്യാറാക്കി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. പോകില്ലേ? 2 വാക്ക്. ഓ, ഓം ശ്രീ കൃഷ്ണായ നമഃ. 2024 വലിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പാൽപായസ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾ അവസാനിച്ച ഉടൻ തന്നെ ക്ഷേത്ര മേൽശാന്തി പണ്ടാരടുപ്പിൽ തീപാകുന്നതോടുകൂടി ആരംഭിക്കുന്നതാണ്. പൊളിയല്ലേ? DJ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റായിരുന്നു. ഒരു രക്ഷയില്ല. പൊങ്കാലയിടാൻ വന്നാണ്. പാൽപായസ പൊങ്കാലയിൽ സഹോദരിക്ക് നേർച്ചയായിട്ട് വന്നതാണ്. എത്ര കാലത്തില്? 101. ഇവിടെ തൊട്ട് ഓ ആ നിക്കുന്ന ഈ മൈക്കൊന്ന് പിടിച്ചോ. ജോലിയുടെ കാര്യത്തിന് വേണ്ടിട്ട്, ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പൊ അവൻ കണ്ണന്റെ കാര്യം കൊണ്ട് ജോലി ശരിയായി. അങ്ങനല്ലേ? അപ്പോ ആ ഒരു പ്രാർത്ഥന വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യണമല്ലോ. 101 കാലത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇവിടെ ആദ്യമായിട്ടാണ്. ഇപ്പൊ 17 വർഷമായിട്ട് കണ്ണന്റെ ഉത്സവം മുടങ്ങി കിടക്കുന്നു. ഇപ്പോ ഭഗവാന്റെ തലത് കൊണ്ട് നല്ല രീതിയിൽ വളരെ ഉയർച്ചയല്ലോ നമ്മളെ ഉത്സവം. ഞങ്ങളെ ഉത്സവമാണ്, ഞങ്ങളെ ഉത്സവം വരുന്നു. അപ്പൊ അതില് ഞങ്ങൾ നൽകാൻ 101 കാലം പൊങ്കാല. അപ്പൊ ഈ വരി മൊത്തം ഉണ്ടോ? ഈ വരി ബാക്കിലുള്ള വരി ഇത് അപ്പുറം അങ്ങനെ വരുന്നു. അപ്പൊ ഇത് കത്തിക്കാൻ തന്നെ ഒരുപാട് പേരുടെ സഹായം ആവശ്യമുണ്ട്. എല്ലാരും ഉണ്ട്. പിന്നെ നമ്മളെ ജനങ്ങളല്ലേ, അമ്മമാര് ഇപ്പൊ ഉയർന്ന ആറ്റുവൽ പൊങ്കാലൊക്കെ തന്നെ കണ്ടില്ലേ, ഒരു സഹായത്തിന് എല്ലാവരും ഓടി വരും. ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ ഈ മഞ്ചൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു പാൽപ്പായസ പൊങ്കാലയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ചോദിച്ചപ്പോൾ മനസ്സിലായത്. നമ്മുടെ ഒരു ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ സഹോദരിക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ ആ ജോലി ലഭിച്ചതിന് അതിന്റെ ഭാഗമായിട്ട് ലഭിച്ചതുകൊണ്ട് ഭഗവാന് 101 കലത്തിൽ പാൽപ്പായസ പൊങ്കാല, 101 2 101 കലത്തിലാണ് പാൽപ്പായസ പൊങ്കാല ഇവിടെ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 101 കലമാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഈ 2 വരിയാണ്. ഏതാണ്ട് ഇവിടെ ഈ 2 വരി അങ്ങ് അറ്റം മുതൽ അതേപോലെ തന്നെ ഇങ്ങേ അറ്റം വരെ 101 കലത്തിലാണ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമ്മുടെ ഈ ഇപ്രാവശ്യത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പാൽപ്പായസ പൊങ്കാലയുടെ ഹൈലൈറ്റ് നിങ്ങളാണ്. പേരെന്താണ്? എന്റെ പേര് കണ്ണൻ. കണ്ണൻ. ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു 100 മീറ്റർ അടുത്ത്. അത്രേ ഉള്ളൂ. എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടായിരുന്നു 101 കലത്തിൽ പൊങ്കാല ഉണ്ടാവും എന്നുള്ളത്. താങ്കളാണെന്നുള്ള അറിഞ്ഞില്ലായിരുന്നു. അനിയത്തിയാണ് നേർന്ന കാര്യങ്ങൾ. അപ്പൊ അനിയത്തിക്ക് നമ്മുടെ സഹോദരങ്ങൾ നിൽക്കണ്ടേ? അതെ, പിന്നെ തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന, അല്ലെങ്കിൽ കാശായിട്ടോ അല്ലെന്നെങ്കിലും ഭഗവാൻ നമ്മൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ്. ഇത് പിന്നെ ഇതേപോലുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം, പിന്നെ സന്തോഷം ഭഗവാന് വേണ്ടി നമ്മൾ നിൽക്കുകയല്ലേ. ഒരുപാട് അമ്മമാരെ കൂട്ടത്തിൽ ഞങ്ങനും പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പോ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും കലത്തിൽ കത്തിക്കാനായിട്ട് അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. കുടുംബസമേതമുള്ള ഒരു പൊങ്കാലയാണ്. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ പൊങ്കാലയുടെ ഇത്രയും സ്ത്രീകൾ നിൽക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പുരുഷൻ നിൽക്കുകയാണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്.
അപ്പൊ അതെന്താണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണോ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കല്ല് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ്? കാരണം അമ്മമാരെ എല്ലാവർക്കും വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതെ. അപ്പൊ ആ ഒരു കാര്യം വന്നപ്പോഴേ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും പുറത്തായിരുന്നു. അങ്ങനെ വിചാരിച്ച് വേണ്ട, പെങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ തന്നെ നിൽക്കാം. പിന്നല്ലാതെ അതുകൊണ്ട് നമ്മളെ നിലയിൽ പിന്നെ ആരായിരിക്കും? പിന്നല്ലേ നമ്മളെ പെങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കാതെ പിന്നെ വേറെ നിൽക്കാം. ഒരുപാട് സന്തോഷം. നടക്കട്ടെ. നമ്മുടെ ചാനലിന്റെ പേരൊക്കെ അറിയാലോ, എന്റെ വാർത്തകൾ ലൈവ് മീഡിയ. എന്റെ വാർത്തകൾ ലൈവ് മീഡിയ. ഇതിപ്പോ FB ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയർ ചെയ്ത് കണ്ടോ കേട്ടോ. അപ്പൊ നമുക്ക് വളരെ അപ്പൊ നമ്മുടെ ലൈവിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് പാൽപ്പായസ പൊങ്കാലയിലെ. കാരണം 101 കലത്തില് പാൽപ്പായസ പൊങ്കാല അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ട് കുടുംബസമയം ഏതാണ്ട് ഈ നമ്മുടെ കുട്ടീസെല്ലാം ഈ പൈമാരെല്ലാം അവർ ഏതാണ്ട് ഈ 101 കലത്തില് പൊങ്കാല അതിൽ തീ എത്തിക്കാൻ ഹെൽപ്പിനും കാര്യത്തിനുമായിട്ട് എല്ലാം വന്നിട്ടുള്ളവരാണ്. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടേ, ഇവര് ഈ സൈഡിലുള്ളതെല്ലാം 101 കലത്തില് പൊങ്കാല ഇടുന്ന ഭാഗമായിട്ടാണ്. അല്ലേ മക്കളെ? 101 കലത്തിൽ പൊങ്കാലല്ലേ അല്ലേ? അതിന് സപ്പോർട്ടിന് വന്നിട്ടുള്ളത് വഴിപാടായി സമർപ്പിക്കുന്നത് മനു MA, ഒരുപാട് ആൾക്കാരുണ്ട്. ഗോവിന്ദം വഞ്ചിയൂർ, ഹായ് അനിൽകുമാർ ഗോകുലം വഞ്ചിയൂർ, ബൈജു പുന്നമ്മൻ വീട് വഞ്ചിയൂർ, സുനിൽ അനന്തപുരി വഞ്ചിയൂർ എന്നിവ ചേർന്നാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു കുഴപ്പമില്ല, ലൈവാണ്. അപ്പൊ നമ്മുടെ ലൈവ് കണ്ടിന്യൂ ചെയ്യാണ്. പൊങ്കാല ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു പണ്ടാര അടുപ്പില് തീ കൊളുത്തുന്നതാണ്. അണ്ണാ 2 വാക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് അവനെ ഞാൻ വിളിച്ചു വരുത്തിയത്. വേറൊന്നുമില്ല, ലൈവാണത്. ലൈവ് 2 വാക്ക് സംസാരിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. നമ്മുടെ പണ്ടാരടുപ്പില് അമ്മ ഇതല്ലേ പണ്ടാരടുപ്പ്? ഇതല്ലേ ഇവിടെയാണോ ആദ്യം തീ എത്തിക്കുന്നത്? ആദ്യം തീ എത്തിക്കുന്നത് ഇവിടെയാണോ? ഇവിടെയാണോ തീ എത്തിക്കുന്നത് ആദ്യം? പണ്ടാരടുപ്പ് ഇതാണോ? ഇതല്ലേ പണ്ടാരടുപ്പ്? ആ, ഇപ്പൊ പണ്ടാരടുപ്പ് ഇതാണ്. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മ ഒരുക്കാൻ അറിയില്ലെന്നാ? ആളില്ലെന്നുള്ളതാ? ഓ മതി, ഉള്ളത് മതി. നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണല്ലോ അല്ലേ, നമ്മളെ കൊണ്ട് കഴിയുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പണ്ടാരടുപ്പ് ഇതാണ്. അപ്പോ ഈ ഒരു അടുപ്പില് ആണ് തീ പകർന്നിട്ട് മറ്റുള്ള പൊങ്കാല അടുപ്പുകളിൽ തീ പകരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്നെ ആ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുമേനി, അതായത് പോറ്റി, ഈ ഒരു പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് മറ്റു അടുപ്പുകളിലേക്ക് തീ പകരുന്നത്. അപ്പോൾ നമ്മുടെ തത്സമയത്തിൽ ഈ ലൈവിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ലൈവ് മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ വഞ്ചിയൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളെന്ന് പറയുന്നത് പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ളവരുടെ കാഴ്ചകളാണ്. പൊങ്കാല അടുപ്പുകളും അതേപോലെ പൊങ്കാല ഇടാൻ എത്തിയിട്ടുള്ള പുരുഷന്മാരുൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഒരു തത്സമയം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു ലൈവ് ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ില്ലേ വളരെ വലിയൊരു ജനസാന്നിധ്യമാണ്, ജനത്തിരക്കാണ് പൊങ്കാലയിടാനായിട്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് പൊങ്കാല കൂടുതലാണ് എന്ന് ഇവിടെ കമ്മിറ്റിക്കാരിൽ നിന്നും അതേപോലെ തന്നെ പൊങ്കാല ഇടാമെന്ന ഭക്തജനങ്ങളിൽ നിന്നും എല്ലാം അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവ് കാണുന്ന പ്രിയപ്പെട്ടവർ ലൈവ് ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ
പേജ് ഇതുവരെയും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാത്ത പ്രിയപ്പെട്ടവർ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. നാട്ടിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും വാർത്തകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നല്ലൊരു ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 2024 ആണ്ടിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവത്തിന്റെ 4ാം ദിവസമായ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ പണ്ടാരടുപ്പിലെ തീ കൊളുത്തിക്കൊണ്ട് ഈ ഒരു മഹാ പാൽപ്പായസ പൊങ്കാല ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. ആ ഒരു തത്സമയ ദൃശ്യങ്ങളാണ് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതേപോലെ ഇവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇതാരാണ്? ഹലോ, പേരെന്താണ്? പേര് പറയൂ. പേര് പറഞ്ഞില്ലല്ലോ. പേരെന്താ? പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് കുടിക്കാനല്ലേ? അപ്പോൾ പൊങ്കാല ഇടുന്നവർക്ക് ദാഹശമനത്തിനായിട്ട് ഉള്ള മുന്തിരി ജ്യൂസാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മെനങ്ങാന്ന് ഇവിടെ കൊല്ലം. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തുമാത്രം പൊങ്കാല ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു വലിയ പറമ്പ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് പൊങ്കാല ഇടാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൽപ്പായസ പൊങ്കാലയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാലയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 101 കലത്തിൽ പാൽപ്പായസ പൊങ്കാല ഇടാനായിട്ട് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സഹോദരിക്ക് ജോലി ലഭിച്ചതിൽ നിന്നുള്ള ഒരു സന്തോഷം അത് കാണിക്കയായിട്ട് 101 കലത്തിൽ പൊങ്കാലയായിട്ടാണ് വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ഭഗവാന് സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇന്നത്തെ പൊങ്കാലയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചേച്ചി അതിലെത്തിയില്ലേ? 101 കലത്തിലല്ലേ? 101 കലത്തിൽ പൊങ്കാലയ്ക്ക് കണ്ണന്റെ അല്ലേ? അപ്പൊ കണ്ണന്റെ ബന്ധുവല്ലേ? സഹായത്തിനെത്തിയല്ലേ? അതെ. അപ്പോൾ ഈ ഒരു 101 കലത്തിൽ പൊങ്കാല എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കളും അതേപോലെ സുഹൃത്തുക്കളും ഉൾപ്പെടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും കലങ്ങളിൽ ഒരേ സമയം കത്തുക എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക റിസ്ക്കുള്ളൊരു കാര്യമാണ്. റസീണ സംസാരിച്ച് 101 കലത്തിലല്ലേ? സംസാരിച്ച് പിന്നെ ജോലി കിട്ടിയ ആളാണ്. ഇതാണ്. അപ്പൊ നമ്മുടെ 101 കലത്തിൽ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് പേരെന്താണ് മക്കള്? പിടിച്ചോ ഹിമഗീത. അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്? അടുത്ത് തന്നെയാണ്. അപ്പൊ മോക്ക് ജോലി കിട്ടിയതിന്റെ
ഒരു കാണിക്കയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതുപോലെ കമ്മിറ്റിയുടെ പൊങ്കാല ഇട്ടപ്പോ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ജോലി കിട്ടുമ്പോ സാലറിയിൽ ചെയ്യാ 101 കലത്തിൽ പൊങ്കാല ഇടാൻ നേർന്നു. അന്നേ തീരുമാനിച്ചായിരുന്നു 101 കലത്തിൽ പൊങ്കാലയായിട്ട് അർപ്പിക്കാന്നുള്ളത്. അപ്പൊ അതാണെന്ന് ഇപ്പോ 101 കലത്തില് പാൽപ്പായസ പൊങ്കാല. ഞാൻ സഹോദരനെ കണ്ടായിരുന്നു, കണ്ണനെ കണ്ടായിരുന്നു. അപ്പൊ കണ്ണനെ പറഞ്ഞ എങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇത്രയും കൂട്ടത്തില് ഒരു പുരുഷൻ മാത്രം പൊങ്കാലയാണ് നിൽക്കുക. അത് എന്ത് സംഭവമാണെന്ന് ചോദിച്ചു നോക്കാന്ന് ചോദിച്ചു നോക്കിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ സഹോദരിക്ക് ജോലി കിട്ടിയതിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് 101 കലത്തില്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? മുൻസിഫ് കോടതി കോട്ടയത്താണ്. ഓക്കെ. എന്നാ ജോലി കിട്ടിയ? ഒരുപാട് ആളായോ? ജൂൺ 23 കയറിയത്. 23 കയറി. 7 മാസമായി. 7 മാസമായി. അപ്പൊ എന്തായാലും എന്താണ് ഒരു സന്തോഷം പങ്കുവയ്ക്കും? വളരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഇപ്പോ ആളെയൊക്കെ ഒക്കുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എല്ലാം കൃഷ്ണനായിട്ടെല്ലാം പെട്ടെന്ന് റെഡിയാക്കി തന്നു. അതേപോലെ തന്നെ ഇത്രയും കലങ്ങളിൽ കത്തിക്കണമെങ്കിൽ അത്രയും ആൾക്കാരും വേണം. അതിനുമുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമാണ് അല്ലേ? എല്ലാം ഭഗവാനായിട്ട് തന്നെ എല്ലാം തയ്യാറാക്കി തന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വഞ്ചൂരിലെ ഇന്നത്തെ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 101 കലത്തിലെ പൊങ്കാലയാണ്. അപ്പൊ അതിലൊരുപാട് സന്തോഷം. പേരൊന്നുകൂടെ പറഞ്ഞോളൂ. എന്റെ പേര് ഹിമഗീത എന്നാണ്. അപ്പൊ ഒരുപാട് ആശംസകൾ, പ്രാർത്ഥനകൾ നന്നായിരിക്കട്ടെ. അപ്പൊ നമുക്ക് പൊങ്കാല ഇനിയിപ്പോ ഉടനെ തന്നെ ആരംഭിക്കുമല്ലോ. ഓക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ജോലി കിട്ടിയതിന് പ്രത്യേകം താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രസീണ പണ്ടാരടുപ്പിൽ ഇപ്പൊ കത്തിക്കോ? കത്തിക്കാറായോ? ആയാ? പണ്ടാരടുപ്പിൽ ഏതാനും നിമിഷങ്ങൾ കഴിയപ്പോൾ തന്നെ തീ പകരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്, എത്തിയിട്ടുണ്ട് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചുറ്റുമുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ഈ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വരാം. അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് പൊങ്കാലയിടാനായിട്ട് എത്തിയിട്ടുള്ളത്. ചേച്ചി, ഇതെവിടെയാണ്? അത് തന്നെ പൊങ്കാലയിടാൻ വന്നാണോ? പറഞ്ഞോളൂ. ലൈവ് തന്നെയാണ്. ലൈവ് സന്തോഷം. പാൽപ്പായസ പൊങ്കാലയാണ്. എല്ലാ വർഷത്തെക്കാട്ടിലും ഈ വർഷം ഒരുപാട്. എത്ര കലത്തിലുണ്ട്? അതൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടില്ലേ ഈ കിടക്കുന്ന? അതല്ല ചേച്ചി എത്ര കലത്തിൽ പൊങ്കാല? ഒരു കലത്തിലാണുന്നത്. ഇവിടെ 101 കലത്തിലെ പൊങ്കാലയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് എത്ര കലത്തിലെ പൊങ്കാലയാണെന്നുള്ളത്. സന്തോഷം. ഓക്കെ. പൊങ്കാലയ്ക്ക് ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണോ പൊങ്കാല ഇടാൻ വരുന്നത്? അല്ലേ, ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പൊ ഇന്ന് ലീവൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. ജോലിക്ക് ലീവ് എടുത്ത് പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നു. പാൽപ്പായസം പൊങ്കാല. അമ്മ എന്താ പറയുന്നു? സുഖം തന്നെ? ആദ്യമായിട്ടാണ്. അടുത്താണോ ഇവിടെ താമസിക്കുന്നത്? ചാത്തം പറയുന്നവരെയാണ്. അതന്നല്ലേ? അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറന്നു സത്യം പറയും. നമ്മൾ നഗരൂർ പഞ്ചായത്ത് ആയതുകൊണ്ടേ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ആലങ്കോട് തന്നെ ഒരു വാർത്ത ചെയ്യാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുഖം. നിങ്ങളെല്ലാരും ഈ കരവാരം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആണ്. രണ്ടാമത്തെ പ്രാവശ്യം. അതന്നെ. ഒരു കലത്തിലുള്ള ഇവിടെ 101 കലത്തിലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ അപ്പുറത്ത് ചോദിച്ചപ്പം 101 കലത്തില് പുള്ളിക്കാരന്റെ സഹോദരിക്ക് ജോലി കിട്ടിയതിലുള്ള ഒരു സന്തോഷം. അതെ അതെ, കാരണം 16 വർഷമായിട്ട് ഇവിടെ ക്ഷേത്ര ചടങ്ങുകൾ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പരിപാടി ഏറ്റവും ഇല്ലായിരുന്നു. അപ്പൊ നടക്കട്ടെ. പുള്ളിക്കാരൻ ജസ്റ്റ് അങ്ങോട്ട് പോയതാ. ഉണ്ട്. അയ്യോ, ഇന്ന് പാടാനല്ല വിളിച്ചത്. ഇന്ന് വീഡിയോ ആണ്, വാർത്ത ചെയ്യാനാണ് വിളിച്ചത്. ലൈവാണ് ചേച്ചി. പൊങ്കാലയിടാൻ വന്നു പറഞ്ഞു ചേച്ചി. പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടൊക്കെ പാടാൻ അവർ വിളിക്കട്ടെ. ഏതാണ്?
പൊങ്കാലയെ കുറിച്ച് പിന്നല്ലാതെ പാൽപ്പായസ പൊങ്കാല ഭഗവാന്റെ നടയില് അത് പറഞ്ഞോ. ഇപ്രാവശ്യം ആള് കൂടുതലാണ്, ഒരുപാട് ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇരട്ടി ഉണ്ടെന്നുള്ള കമ്മിറ്റിക്കാരും ഭക്തജനങ്ങളും എല്ലാരും പറയുന്നുണ്ട്. അതെ, നന്നായിരിക്കട്ടെ. അടുത്ത പ്രാവശ്യത്തിന്റെ ഇരട്ടി ആവട്ടെ. ഭയങ്കര ഉത്സവം. എന്താണ്? ഉറപ്പായിട്ടും കാണും, ഉറപ്പായിട്ടും കാണും, ഒരു സംശയവും വേണ്ട. ഓക്കെ. എന്താ പറയാനുള്ളവരുണ്ട്? ഒന്നും പറയില്ല തന്നെ അല്ലേ? ആ ശരി, അടിപൊളിയായിരിക്കട്ടെ. ഏതാണ് പാട്ട് പാടണം? ഞാൻ ചോദിച്ചു വിട്ടവരോട്. അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. കഴിഞ്ഞ പ്രാവശ്യം പാട്ടൊക്കെ കേട്ടിട്ട് കൈയടിക്കാനൊക്കെ. തീർച്ചയായിട്ടും പാടാം. നിങ്ങളൊക്കെ ഇത് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നല്ലാതെ. വളരെ വലിയൊരു ജനത്തിരക്കാണ് നമ്മുടെ പൊങ്കാലയ്ക്കൊക്കെ. ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. പൊങ്കാലയുടെ ആദ്യമായിട്ടാണോ വരുന്നത്? എല്ലാ വർഷവും വരുന്നുണ്ട്. അടുത്തുള്ള ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. പാൽപ്പായസ പൊങ്കാല എത്ര വർഷം കൊണ്ട് ഇടുന്നുണ്ട്? തന്നല്ലേ? ആ, കാരണം വളരെ തുച്ഛമായിട്ടുള്ള അമ്പലങ്ങളിൽ മാത്രമേ ഈ പാൽപ്പായസ പൊങ്കാലയുള്ളൂ. എല്ലായിടത്തും കൃഷ്ണന്റെ അമ്പലത്തിൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ പാൽപ്പായസ പൊങ്കാല. കാരണം ഏതാണ്? ഉണ്ട്. അത് തന്നെ, വളരെ കുറച്ച് അമ്പലങ്ങളിലേ ഉള്ളൂ. എല്ലാ അമ്പലങ്ങളിലും കാണത്തില്ല. അടുത്ത് ഇവിടെയാണ്. അതെ അതെ, ഉണ്ടാവും. ഇപ്പൊ എന്തായാലും പണ്ടാരടുപ്പിൽ തീയെത്തിക്കാൻ പോകുന്നു. അങ്ങോട്ട് പോയിട്ട് ഓക്കെ. ഇപ്പൊ എന്തായാലും പണ്ടാരടുപ്പിൽ തീയെത്തിക്കാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ്. ഹായ് പറഞ്ഞേ. നീ ഹായ് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ, വീഡിയോ ആണ്, ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോ, പൊങ്കാലയുടെ 2 വാക്ക് പറഞ്ഞോ. പിന്നല്ലാതെ ഇതൊക്കെ എല്ലാം പിന്നെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു. ഇത് എന്റെ വാർത്തകൾ ലൈവ് മീഡിയ, നമ്മുടെ പ്രാദേശിക ചാനലാണ്. ഫേസ്ബുക്ക് ഇപ്പൊ ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുണ്യകർമ്മമാണ് പൊങ്കാല. പൊങ്കാല ഇടുന്നോണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ട്. എത്ര വർഷം കൊണ്ട് പൊങ്കാല ഉത്സവം തന്നല്ലേ? വർഷങ്ങളായിട്ട് പൊങ്കാല ഇടാൻ വരാൻ എല്ലാരും പൊങ്കാല ഇടുന്നു. അപ്പൊ എല്ലാരും സിനിമയിൽ എടുത്തിട്ടുണ്ട്. കാണണം വീഡിയോ കേട്ടോ. വരുന്നു. സന്തോഷം, വളരെ സന്തോഷം. ഇതാരാണ് ഇത്? നിങ്ങളോട് വന്നേണോ? തന്നല്ലേ? പൊങ്കാലയെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന? എനിക്ക് പൊങ്കാലിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല. ഞാൻ വർക്ക് ചെയ്യണ കോയമ്പത്തൂര. എന്റെ സ്ഥലം ഇവിടുത്തെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്നലെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇന്നലെ കയറി. ഇന്ന് രാവിലെ 7 മണിക്ക് ട്രിവാൻഡ്രത്തെത്തി. പക്ഷെ എനിക്ക് സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടിയോണ്ട് പെട്ടെന്ന് വന്ന് വീട്ടിൽ കുളിച്ച് പെട്ടെന്ന് പൊങ്കാലിടാൻ പറ്റി. വലിയ ഭഗവാന്റെ അനുഗ്രഹം എന്നൊന്നും പറയാനുള്ളത്. ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. തൊട്ട് താഴെ വീട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. രാവിലെ ട്രിവാൻഡ്രത്ത് 7 മണിക്ക് എത്തി. ട്രെയിൻ 7 മണിക്ക് എത്തി. ഞാൻ മേടിച്ചു. വർക്കല സ്റ്റോപ്പ് ഉണ്ട്. വർക്കല ഇറങ്ങാൻ പറ്റും. വർക്കല സ്റ്റോപ്പില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് കയറി മാറ്റി ഇറങ്ങി എന്തായാലും സന്തോഷമായി. അപ്പൊ എന്തായാലും ആശംസ പൊങ്കാല. എന്തായാലും നമ്മളെ പണ്ടാരടുപ്പ് തീയെത്തിക്കാൻ പോകണം. പൊങ്കാലയെ കുറിച്ച് 2 വാക്ക് പറയുന്നത്. വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. എല്ലായിടത്തും പൊങ്കാലയിടും. വീട്ടിൽ പൊങ്കാലയിടും. ഭഗവാന്റെ മുമ്പ് വന്ന് ഇടാൻ പറ്റിയത് തന്നെ വലിയ പുണ്യം. ഓക്കെ. ഇപ്പൊ നമ്മുടെ പണ്ടാരടുപ്പിൽ തിരി തെളിയിക്കാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. സമയമായില്ലല്ലേ? വെളിയിലോട്ട് ഇറങ്ങുമല്ലോ. പണ്ടാരടുപ്പ് അതല്ലേ? അപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പണ്ടാരടുപ്പിൽ തീ പകരാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ എല്ലാം അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു അനുഭവവും കാര്യങ്ങളുമാണ് നമ്മുടെ എൻ്റെ വാർത്തകൾ ലൈവിലൂടെ, നമ്മുടെ എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകരുമായിട്ടും പങ്കുവച്ചത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പണ്ടാരടുപ്പിലേക്ക് തീ പകരാനായിട്ടുള്ള ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു.
അപ്പൊ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാലയുടെ ആരംഭമാണ്. പാൽപ്പായസ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പണ്ടാരടുപ്പിൽ തീ പകരുന്ന ദൃശ്യങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. പൊങ്കാല ആരംഭിച്ചു കഴിഞ്ഞു. പണ്ടാരടുപ്പിൽ തീ കൊളുത്തി കഴിഞ്ഞു. പിന്നെ തീ മറ്റ് അടുപ്പുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സമയതാമസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു പാൽപ്പായസ പൊങ്കാലയുടെ ആരംഭമാണ്. ഇപ്പോൾ ആ ഒരു ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞു. പാൽപ്പായസ പൊങ്കാല ആരംഭിക്കുകയാണ്. പൊങ്കാല ആരംഭിച്ചു. അപ്പോൾ എന്താണ് പറയാനുള്ളത്? 2 വാക്ക് പറഞ്ഞു. പൊങ്കാല എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രയത്നത്തിന്റെ ഭാഗം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു പൊങ്കാല ഇവിടെ നമുക്ക് അണിനിർത്താൻ കഴിഞ്ഞത്. കാരണം ഇതുവരെ ഇത്രയും ആള് കൂടി ഒരു പൊങ്കാല വന്നിട്ടില്ല. ഇത് നമ്മളെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഉത്സവം കാണാണ്. ഞാൻ കാണുന്ന ആ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ജനം വന്ന പൊങ്കാല. കഴിഞ്ഞ തവണത്തെ ഇരട്ടിയുണ്ട്. കഴിഞ്ഞ തവണത്തെ ഇരട്ടി പൊങ്കാലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഈ 17 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഉത്സവത്തിന്റെ ഒരു പ്രൗഢിയും ഇതെല്ലാം വെച്ച് പരിപാടികളും ആൾക്കാർ അത് അപ്സെറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും അതിനുവേണ്ടി അത് കാണാൻ വേണ്ടി നമ്മളോട് സഹകരിച്ച് എല്ലാ ഭക്തജനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ അവർ നമ്മളെ കൂടെ തന്നെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ ശ്രീകൃഷ്ണൻ നാമത്തിൽ അവർക്ക് നന്ദി അറിയിച്ചു. അതുമല്ല, ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത 101 കലത്തില് അത് അങ്ങനെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ 101 കലത്തിലെ പൊങ്കാല എല്ലാ വർഷവും മിക്കവാറും എല്ലാ വർഷവും ഉണ്ടായിരിക്കും. കാരണം ആ 101 കാലത്തിലെ പൊങ്കാല ഇടന്ന് വെച്ചാൽ അവരുടെ നേർച്ചയുടെ ഭാഗമായിട്ട് പല ആൾക്കാർ സർക്കാർ ജോലി കിട്ടി പോയിട്ടുള്ള പല ആൾക്കാരുമാണ് ഈ 101 കാലത്തിലെ പൊങ്കാല ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഉള്ള പൊങ്കാല ഇട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഭക്തിപൂർവ്വം പൊങ്കാല ഇട്ടിട്ടുള്ളത് ഈ ജോലി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് കാര്യസാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിൻ്റെ അങ്ങേ വർഷം ഉണ്ടായിരുന്നു. എല്ലാവരും ഇതേപോലെ തുടർന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ഭക്തജനങ്ങളും നമ്മളോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ നാട്ടുകാരിലോട് പറയാനുള്ളത്. ഇത് ഞാൻ ഇവിടുത്തെ പ്രസിഡന്റാണ്, ഈ സെക്രട്ടറി. നാളെ താലപ്പൊളി വിളക്ക് 101 പേരുടെ ശിങ്കാരി വേണമാണ് നമ്മളവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ എല്ലാ ബാലികമാർക്കും നമ്മൾ പക്ഷഭേദമില്ലാതെ താലപ്പൊലി വിളക്കിലും പങ്കെടുക്കുന്ന എല്ലാ ബാലികമാർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 101 പേരെ ഉൾപ്പെടുത്തിയുള്ള കേരളത്തിൽ ആദ്യമായിട്ട് തെക്കൻ കേരളത്തിൽ നടക്കുന്ന 101 പേര്. എത്ര മണിക്കാണത്? അത് ഘോഷയാത്രയിലാണ്. നമ്മളെ നാളെ അവസാന ദിവസമാണ് ഉത്സവത്തിന്റെ കലാശക്കൊട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ പിന്നെ പറയിടലുണ്ടാവും. ആന വന്നു കഴിഞ്ഞാൽ പറയിടൽ ക്ഷേത്രത്തിൽ പറയിട്ട് ഭക്തജനക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കും. പറയിടാനുള്ള സൗകര്യങ്ങളൊക്കെ
പൊങ്കാല ഇടുന്നവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. പ്രോത്സാഹന സമ്മാനം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നായിരിക്കട്ടെ. സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ തന്നെ പറയാനുള്ളത്. വളരെ സന്തോഷം ഇത്രയും പൊങ്കാല വന്നതിന്. നമ്മുടെ പ്രതീക്ഷയെക്കാട്ടി പൊങ്കാല വരുന്നുണ്ട്. സന്തോഷം. നമ്മളെല്ലാം സ്റ്റേജ് പരിപാടിക്ക് എല്ലാം പ്രതീക്ഷയെക്കാട്ടി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നമ്മൾ നല്ല ആളിനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ ട്രസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. അതെ, ചേട്ടൻ ചോദിച്ചാൽ സംസാരിച്ചത് ഇത്രയൊക്കെ ഉള്ളു. എല്ലാവരെയും നമ്മൾ നാളെയും സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. ഓക്കെ, ഇനിയുള്ള വർഷങ്ങളിൽ ഇതുപോലെ എല്ലാവരും നമ്മളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ പൊങ്കാല, പാൽപ്പായസ പൊങ്കാല ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിന് വലം വെച്ച് തന്നെ ഈ പാൽപ്പായസ പൊങ്കാലയുടെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കാരണം പൊങ്കാല ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല പുകയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാല ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. അയ്യോ, ചൂട്, തീയ ചൂടല്ല, തീയ. അപ്പോൾ നമ്മുടെ വഞ്ചിയൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പാൽപ്പായസ പൊങ്കാല ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിട്ടുള്ളത് പാൽപ്പായസ പൊങ്കാലയ്ക്കായിട്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടിയിലേറെ ഭക്തജനങ്ങളാണ് ഇപ്രാവശ്യവും ഈ ഒരു പാൽപ്പായസ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പാൽപ്പായസ പൊങ്കാല ഇടാനായിട്ട്, അർപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത്. പൊങ്കാലയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ. 17 വർഷത്തിന് ശേഷം നടക്കുന്ന തിരു ഉത്സവമാണ്. അതിൽ വാർഷിക പൊങ്കാല എല്ലാ മാസത്തിലും എല്ലാ വർഷത്തിലും ഉണ്ടാകുന്നതാണ്. ഇതിപ്പം ഈ ഉത്സവം മുടങ്ങിക്കിടന്ന ക്ഷേത്രത്തിൽ വീണ്ടും ഉത്സവം തുടങ്ങിയപ്പോഴത്തേക്ക് ജനവാഹുല്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര പൊങ്കാലയാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിക്ക് പൊങ്കാല വന്നിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും നമ്മുടെ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. എന്തായാലും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും എല്ലാ ഭക്തജനങ്ങൾക്ക് പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ളവർക്കും അല്ലാതെയുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ്. വളരെയേറെ ജനപങ്കാളിത്തമുള്ള, ജനത്തിരക്കുള്ള ഒരു
പൊങ്കാലയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാൽപ്പായസ പൊങ്കാല. നമ്മൾ പണ്ടാരടുപ്പിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും അപ്പോൾ നമ്മുടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മാക്സിമം തത്സമയം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. പൊങ്കാല ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു തത്സമയത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു തത്സമയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ വഞ്ചിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെയും കമ്മിറ്റിക്കാരുടെ എല്ലാം അഭിപ്രായങ്ങളും അവർക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് തന്നെ കാണുക. അതേപോലെ നമ്മുടെ ഈ ഒരു പേജ് ഇതുവരേക്കും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും. നാട്ടിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശേഷങ്ങളും വാർത്തകളും എല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു തത്സമയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.